എരണം കെട്ടവര് നാട് ഭരിക്കുമ്പോ നാട് മുടിയും. ഒരു ഓണം ആഘോഷിക്കാൻ കഴിഞ്ഞില്ല, വിഷു ആഘോഷിക്കാൻ കഴിഞ്ഞില്ല, നിരന്തരം ദുരന്തങ്ങൾ. മുരളിച്ചേട്ടൻ പറഞ്ഞതാ. മുരളിച്ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ താൻ താൻ ചെയ്തിടും പാപത്തിന്റെ അത് താൻ തന്നെ അനുഭവിച്ചിടണം. കർമ്മചേട്ടൻ തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിരന്തരമായി UDF തന്നെ അത് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തൊക്കെ ഊളത്തരങ്ങൾ ഇവർ പറഞ്ഞു, അതിനൊക്കെ പണി അവർക്ക് തന്നെ കിട്ടി എന്നുള്ളതാണ്. ഇനിയിപ്പോ എന്ത് വലിയ ദുരന്തം വന്നാലും ഞങ്ങൾ രാഷ്ട്രീയം പറയുന്നതാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. വയനാട് തുരങ്കപാത നിർമ്മാണ മേഖലയിൽ ഉണ്ടായ ലാൻഡ് സ്ലൈഡ് മണ്ണ് കൂട്ടിയിട്ടത് കൊണ്ടാണ് അപകടം ഉണ്ടായതെന്ന് പറയുന്നു. അല്ല, മലയുടെ മുകളിൽ നിന്ന് വന്ന മണ്ണാണെന്ന് പറയുന്നു. അങ്ങനെ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. ചർച്ചകൾ മുഴുവൻ ഇവർക്ക് തന്നെ ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടാത്തത് കൊണ്ട് തമ്മിൽ തല്ലാൻ വേണ്ടി ഉപയോഗിക്കട്ടോ. ആര്? UDF കാണാം. എല്ലാത്തിനും നിങ്ങൾ രാഷ്ട്രീയം കാണില്ല. ഒരു ദുരന്തം ഉണ്ടായതാ, ഉണ്ടാക്കിയോണ്ട് വ്യത്യസ്ത വീര നമ്മളല്ല. പ്രളയമല്ല, ഓക്കിയല്ല, കോവിഡ് അല്ല, മൂക്കിന്റെ മുകളിൽ ശ്വാസം വെള്ളം വന്ന് നിൽക്കുന്നത് വരെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടേ നിൽക്കും. ജനങ്ങൾ ഇതൊക്കെ കാണണം. നിങ്ങൾ അധികാരത്തിൽ കയറ്റിയിരുത്തിയ ഇവറ്റകളുടെ മനോഭാവം നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. മുസ്ലിം ലീഗിന്റെ ഡബിൾ സ്റ്റാൻഡാണ്, UDFന്റെ ഡബിൾ സ്റ്റാൻഡാണ്. നുണേഷൻ ഭരിക്കുന്ന കേരളത്തിൽ ഇങ്ങനെയല്ലാതെ പിന്നെ വേറെ എന്തെങ്കിലും പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ടോ? ഇല്ല. മഴയൊക്കെ അല്ലേ, റോട്ടിൽ കുയ്യൊക്കെ ഉണ്ടാവും എന്നാ പറഞ്ഞത്. പണ്ടൊരു കുയ്യ് ഉണ്ടായ എന്താണ്, വാഴ വെക്കുന്ന ടീമാ. ഇപ്പൊ അവര് ഭരിക്കുമ്പോ അവർക്കൊക്കെ ഇവിടെയുള്ള മാധ്യമങ്ങൾ ഒത്താശയും ചെയ്തുകൊണ്ട് കൂട്ടു നിൽക്കുന്നു. കൊള്ളാം. പണ്ട് ആരുടെയോ പിന്നാലെ ചൂട്ടും കത്തിച്ച് നടന്നൊരു ടീമില്ലേ, അതാണ് ഓർമ്മ വരുന്നത്. അതിപ്പോ പറഞ്ഞിട്ട് നമ്മൾ വന്ന് ഇപ്പൊ ജൂലൈ 10 തുടങ്ങിയില്ലേ, ഇതിന്റെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കിയ നമ്മളല്ല, PWD അല്ല, കൊങ്കൺ റെയിൽവേനെ കിഫ്ബി SPV ആക്കിയതാണ്. ഇതിന്റെ വർക്ക് അറേഞ്ച്മെന്റ് കൊങ്കണാണ്, എല്ലാ മേൽനോട്ടും കൊങ്കണാണ്. അല്ല, നമ്മളല്ല. PWDയുടെ മേലെ നിങ്ങൾ ചാരണ്ട. നിങ്ങൾ കുത്തി ചോദിക്കണ പതാണല്ലോ, അല്ല. നൈസായിട്ട് എല്ലാത്തിനും ഊരാൻ നോക്കുക കേട്ടോ. എടോ, നിങ്ങളാണ് കേരളം ഭരിക്കുന്നത്. ഒരു ദുരന്തം വരുമ്പോൾ അത് കഴിഞ്ഞ സർക്കാരിന്റെയാണ്, അതിന്റെ മുന്നത്തെ സർക്കാരിന്റെയാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനൊന്നും നിങ്ങളെ കൊണ്ട് കഴിയില്ല. മണ്ണ് മാറ്റുക എന്നുള്ളത് നിങ്ങളുടെ കടമയായിരുന്നു എന്നുള്ളതാണ്. ആ ജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് നിങ്ങളുടെ കടമയാണെന്നുള്ളതാണ്. ഭരണം മാറിയപ്പോ തന്നെ വയനാട് ഇപ്പൊ വലിയ ദുരന്തത്തിലാണ് കേട്ടോ. വയനാട് ഒരു MP ഉണ്ട്. ആ MPയുടെ ഒരു പോസ്റ്റർ ഞാൻ താഴെ വെച്ചിട്ടുണ്ട്. സ്വന്തം വീട്ടിൽ അടുക്കളയിൽ ഇരുന്നു കൊണ്ട് ചോദിക്കുകയാണ്, എന്താണ് കളക്ടറെ അവിടെ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ എന്നുള്ളത്. എടോ, ലെവലേശം ബോധം വേണം, ലെവലേശം ബോധം. നാട്ടിലുള്ള ആരെങ്കിലൊക്കെ MP ആക്കി മത്സരിപ്പിച്ച് വിജയിപ്പിക്കണം. അല്ലാതെ എവിടെയോ കിടക്കുന്ന ആരെയോ പിടിച്ച് ജയിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കിട്ടാൻ പോകുന്നത്? ഒന്നും കിട്ടില്ല. ഓടി വരാൻ ആളില്ല എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. കഴിഞ്ഞില്ല. ഇനി ഷാജി എന്താണ് പറഞ്ഞതെന്ന് കൃത്യമായിട്ട് കേൾക്കാം. ഒരു കാര്യം ഞാൻ നേരത്തെ അവിടെ സൂചിപ്പിച്ചു. ഏത് പ്രളയം വന്നാലും, ഏത് കോവിഡ് വന്നാലും, മൂക്കിനറ്റം വരെ വെള്ളം നിന്നാലും ഞങ്ങൾ പൊളിറ്റിക്സ് പറയും. ഒരു സംശയങ്ങൾ വിചാരിക്കേണ്ട. രാഷ്ട്രീയമാണ് കോവിഡ്, രാഷ്ട്രീയമാണ് പ്രളയം. അല്ല, നിങ്ങൾ അങ്ങനെ പറയാം. പിന്നത്തെ രാഷ്ട്രീയല്ലേ? രാഷ്ട്രീയല്ലേ? ഈ മുഖ്യമന്ത്രി, ഒരു ഗവൺമെന്റ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയം. നിങ്ങൾ രാഷ്ട്രീയം എന്താ പഠിച്ചത്? പിന്നെ രാഷ്ട്രീയതല്ലേ? അപ്പൊ ഇന്ന് മുഖ്യമന്ത്രി VD സതീശൻ ആ ദുരന്ത മേഖലയിലേക്ക് പോയത് രാഷ്ട്രീയമാണെന്ന് ഞങ്ങൾ പറയണോ? അതുപോലെ ആശുപത്രി സന്ദർശിച്ചത് രാഷ്ട്രീയമാണെന്ന് പറയണോ? ഇവിടെ കൃത്യമായി എന്നും വൈകുന്നേരങ്ങളിൽ അന്നന്ന് നടന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ജനങ്ങളെ അറിയിക്കുക എന്നുള്ളത് ആ പൊതുപ്രവർത്തകന്റെ കടമയാണ്, കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കടമയാണ്. അത് ചെയ്യുക തന്നെ ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പൊ ഞങ്ങൾ ആരെങ്കിലും പറയുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ? ഇല്ല. വകതിരിവ് വട്ടപൂജ്യമായ നിങ്ങളെ പോലെയുള്ള നിലപാടില്ലാത്ത വാക്കുകൾ ഇടക്കിടക്ക് മാറ്റി പറയുന്നവർക്ക് അങ്ങനെ സാധിക്കൂ എന്നുള്ളതാണ്. ഇനി ഇങ്ങനെ ഒരു ദുരന്തം നടന്നിട്ടും നമ്മുടെ മുഖ്യമന്ത്രിയില്ലേ, പൂക്കി മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ ആ ബോഡി ലാംഗ്വേജ് ഒന്ന് കണ്ടുനോക്കേ. പുച്ഛമാണ് ആൾക്ക്. പ്രഖ്യാപിച്ചിട്ടുള്ളത് അലാർട്ടിന്റെ പ്രശ്നമല്ല, മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് മാറ്റാത്തതല്ലേ പ്രശ്നം. 225 സെൻട്രൽ ഗവൺമെന്റിന്റെ പോളിസി അനുസരിച്ചിട്ടുള്ള ഇതാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഇനി എന്തെങ്കിലും വിശദാംശങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഇത് പ്രാഥമികമായ വിവരങ്ങളാണ് ഞാൻ പറഞ്ഞത്. പ്രാഥമികമായി കിട്ടിയ പുച്ഛാടോ പുച്ഛം? ആ മരിച്ച ആളുകളുടെ മുഖത്തേക്കാണോ നിങ്ങൾ പുച്ഛം വാരി വിതറുന്നത്? ആ മണ്ണിനടിയിൽ കിടക്കുന്ന ആളുകളെയാണോ നിങ്ങൾ പുച്ഛിച്ച് തള്ളുന്നത്? അല്ലെങ്കിൽ പുച്ഛിച്ച് തള്ളാൻ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ അല്ലെ? കഴിഞ്ഞ ലാൻഡ് സ്ലൈഡിൽ നിങ്ങൾ വീട് വെച്ച് കൊടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ജനങ്ങളെയും കേരളത്തിലെ ഒട്ടുമിക്ക ആളുകളെയും പറ്റിച്ച് പണം നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചതും ഞങ്ങൾ രണ്ടുപേരാണ് വലിച്ചത് എന്ന് പറയുന്നതും ഞങ്ങൾ കേട്ടതാണ്. അപ്പൊ പിന്നെ ജനങ്ങളെ പറ്റിക്കാനും കവളിപ്പിക്കാനും നിങ്ങളെ കൊണ്ട് കഴിയുമെന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. അതിൽ തർക്കിക്കേണ്ട ആവശ്യവുമില്ല. ജനങ്ങളത് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. ഇവർ അധികാരത്തിലെത്തിയാൽ ആദ്യം ചെയ്യുന്ന കാര്യങ്ങൾ ഇന്നതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പറ്റിച്ച് അധികാരത്തിലേറി ഇത്ര ദിവസവുമായിട്ട് അതിനൊരു പേപ്പർ പോലും നീക്കിയിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞില്ല. ഇനി ഇവരുടെ ഇടയിൽ തന്നെ വലിയൊരു തല്ല് നടക്കുന്നുണ്ട് ഈ ഒരു ലാൻഡ് സ്ലൈഡുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഇത് ലാൻഡ് സ്ലൈഡ് അല്ല, നാച്ചുറൽ ലാൻഡ് സ്ലൈഡ് അല്ല ഉണ്ടായിട്ടുള്ളത്. ഇത് മാൻമെയ്ഡ് സ്ലൈഡാണ് ഉണ്ടായിട്ടുള്ളത്. ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ മണ്ണ് കൂട്ടിയിട്ടതുമായി ബന്ധപ്പെട്ട അപകടമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്.
സ്വാഭാവിക പ്രകൃതി ദുരന്തമല്ലെന്നും അശാസ്ത്രീയമായി കൂട്ടിയിട്ട മണ്ണ് ഇടിഞ്ഞുള്ള മനുഷ്യനിർമ്മിത ദുരന്തമെന്നുമായിരുന്നു കള്ളാടിയിലെ മണ്ണിടിച്ചിലിന് പിന്നാലെ മന്ത്രി ടി സിദ്ദീഖിന്റെ പ്രതികരണം. ഈ വാദം ഇന്നും മന്ത്രി ആവർത്തിച്ചു. എന്നാൽ മല ഇടിഞ്ഞിട്ടുണ്ടോ എന്ന സംശയമുണ്ടെന്നായിരുന്നു ചോദ്യത്തിന് മുഖ്യമന്ത്രിയുടെ മറുപടി. ഇതിന് തൊട്ടു മുകളിലായി ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകൾ പ്രാഥമികമായി വരുന്നുണ്ട്. അതുകൂടി പരിശോധിച്ച് കാര്യങ്ങൾ തീരുമാനിക്കും. ആദ്യം ഇവരുടെ ഇടയിൽ തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്താണ് സംഭവം എന്നുള്ളത്. അതില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി നിൽക്കുകയാണ്. അല്ലെങ്കിലും കാലങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ്. മുഖ്യമന്ത്രിയെ പോലും കണ്ടെത്തവർ എത്ര ദിവസം അവിടെ വെറുതെ കളഞ്ഞത് അല്ലെ? ഒരു കാര്യമില്ലാത്ത തമ്മിൽ തല്ലിയിട്ട് കാലങ്ങളായി സ്റ്റേജുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന കാര്യമാണ് ഇപ്പോൾ ഇതാ നമ്മൾ മീഡിയാസിന്റെ മുന്നിൽ കണ്ടുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ഓർക്കണം കേട്ടോ, നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ കിടക്കുന്നുണ്ട്. അതൊക്കെ കുത്തിപ്പൊക്കി ഞങ്ങൾ അങ്ങ് കൊണ്ടുവരും. ഈ ഒരു സമയത്ത് ജനങ്ങളുടെ കൂടെ നിൽക്കാന്നല്ലാതെ നിങ്ങൾ രാഷ്ട്രീയം കളിക്കരുത്. നിയമസഭയിലും ഫുള്ള് രാഷ്ട്രീയമാണ്, കവലപ്രസംഗമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളെ സഹായിക്കുന്ന, ജനങ്ങൾക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുകയാണ് നിങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഞങ്ങളുടെ സർവന്റാണ് നിങ്ങളെന്ന ബോധം നിങ്ങൾക്ക് ഇല്ലാതെ പോകുന്നതാണ് ഇതിൽ ഏറ്റവും വലിയ വിരോധാഭാസമായിട്ടുള്ള കാര്യം. കഴിഞ്ഞില്ല, ഇനി ഇതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ ഒന്ന് കേട്ടോ. മേപ്പാടി തുരങ്കപാത ദുരന്തത്തിന് കാരണം നിർമ്മാണത്തിന്റെ ഭാഗമായി കൂട്ടിയിട്ട മൺതിട്ടകളല്ല എന്ന് വിശദീകരണം. ടാർപോളിൻ കൊണ്ട് മൂടിയ നിലയിൽ മൺതിട്ട ഇപ്പോഴും പദ്ധതി പ്രദേശത്ത് കാണാം. അതേസമയം തുരങ്കപാത നിർമ്മാണത്തിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നൽകിയ പല മുന്നറിയിപ്പുകളും അവഗണിച്ചു എന്നുള്ള വിമർശനവും ശക്തമാണ്. ഇത് ഇൻസിഡന്റ് ഉണ്ടാവുന്നതിന് മുമ്പുള്ള പിക്ചറാണ്. അപ്പോൾ അതിൽ കറക്റ്റായിട്ട് കാണാം, അത് ഓൾറെഡി നെയിൽഡ് ആണ്, കംപ്ലീറ്റ് ഷോർട്ട് ട്രീറ്റഡ് ആണ്. അത് കഴിഞ്ഞിട്ടുള്ള പുറകുവശത്തെ ബൗണ്ടറിയിൽ അവിടെ മണ്ണൊന്നും സ്റ്റോക്ക് ഇല്ല. അതിന്റെ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. മണ്ണിടിച്ചിലുണ്ടായ മലഞ്ചെരുവിൽ നിർമ്മാണ കമ്പനി കൂട്ടിയിട്ട മണ്ണിന് മുകളിൽ നീല ടാർപോളിൻ വിരിച്ചിരിക്കുന്നത് കാണാം. ഇന്നലെയുണ്ടായ മണ്ണിടിച്ചിലിൽ ആ മൺതിട്ടയ്ക്ക് യാതൊരു ഇളക്കവും തട്ടിയിട്ടില്ല. പകരം മലഞ്ചെരുവിൽ നിന്ന് ഇടിച്ചിറങ്ങിയ മണ്ണാണ് കോൺക്രീറ്റ് സുരക്ഷാ പാളികൾ തകർത്ത് താഴേക്ക് പതിച്ചത്. അതിനാൽ ഇത് മണ്ണ് കൂട്ടിയിട്ടതുകൊണ്ട് ഉണ്ടായ ദുരന്തമല്ലെന്നാണ് നിർമ്മാണ കമ്പനിയുടെ വിശദീകരണം. വെള്ളമല്ല ശരിക്കും വന്നേക്കുന്നത്, ജസ്റ്റ് ഉരുൾപൊട്ടലല്ല അത് ജസ്റ്റ് മണ്ണ് ഇടിഞ്ഞേക്കണത്. മേളിൽ മലയിലുള്ള വെള്ളം അടിക്കടെ ഒലിച്ചിറങ്ങിയിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കാത്തൊരു ഏരിയയാണ് ലെഫ്റ്റ് സൈഡിൽ, അത് ഫോറസ്റ്റ് ഏരിയയാണ്, അവിടെ നിന്നാണ് ഇടിഞ്ഞേക്കുന്നത്. സ്വാഭാവിക പ്രകൃതി ദുരന്തമെന്ന് വിലയിരുത്തുമ്പോഴും ഇവിടുത്തെ നിർമ്മാണം പരിസ്ഥിതിക്കുണ്ടാക്കിയ ആഘാതം എഴുതിത്തള്ളാനാകില്ല. തുരങ്കപാത നിർമ്മാണത്തിനായി പരിസ്ഥിതി അനുമതി നൽകിക്കൊണ്ട് നിരവധി മുന്നറിയിപ്പുകൾ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നൽകിയിരുന്നു. മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശത്ത് മൈക്രോ സ്കെയിൽ മാപ്പിംഗ് നടത്തണമെന്ന നിർദ്ദേശമുണ്ടായിരുന്നു. അതുപ്രകാരമുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല. ഇന്നലെ രാവിലെ 11:15 ദുരന്തമുണ്ടായത്. അതിനു മുൻപ് രാവിലെ 8:30 മണിക്ക് മണ്ണ് ഇളകുന്നതിന്റെ സൂചനകളുണ്ടായിരുന്നു. എന്നിട്ടും സുരക്ഷാ മുന്നൊരുക്കങ്ങൾ നടത്തിയില്ല. ഇത് പരിസ്ഥിതി മന്ത്രാലയം നൽകിയ മാർഗരേഖയുടെ ലംഘനമാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയെങ്കിലും ഗ്രൗണ്ട് വൈബ്രേഷൻ മോണിറ്ററിംഗ് സിസ്റ്റവും കാര്യക്ഷമമായിട്ടില്ല. മാത്രമല്ല, പദ്ധതി ആരംഭിക്കുന്നതിന് മുൻപ് വിശദമായ ജിയോളജിക്കൽ ഹൈഡ്രോളജിക്കൽ പഠനം നടത്തിയിട്ടില്ല എന്ന അതിഗൌരവമായ വിമർശനവും. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് എങ്ങനെയാണ് ഇങ്ങനെ ഒരു പേപ്പറിൽ ഒപ്പുവെക്കുന്നത്? എങ്ങനെയാണ് അവർ അനുമതി നൽകുന്നത്? ഇതൊക്കെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്, അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ഇന്നും വയനാട്ടുകാർക്ക് സമാധാനത്തോടു കൂടി സ്വസ്ഥതയോട് കൂടിയിട്ട് ഉറങ്ങാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് നീങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. ഭരണം മാറുമ്പോൾ ആരാണ് ഭരിക്കുന്നത് അവരാണ് എല്ലാത്തിനും ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത്. അല്ലാതെ അവരത് ചെയ്തു ഇവരത് ചെയ്തു എന്ന് പറഞ്ഞ് മിണ്ടാതെ മാറി നിൽക്കുന്നത് ശരിയല്ല. എന്തായാലും മരണപ്പെട്ട ആളുകൾക്ക് 5 ലക്ഷം രൂപ എങ്ങാനുമാണ് കേരള സർക്കാർ നീക്കി വെച്ചിട്ടുള്ളത്. നല്ല കാര്യം. ദുരന്തത്തിൽപ്പെടുന്ന ആളുകളെ ചേർത്ത് വെക്കുക, ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള മുൻകരുതൽ എടുക്കുക, ഇതൊക്കെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇപ്പൊ പൂർണ്ണമായിട്ട് CPIM-ന്റെ തലയിലേക്കാണ് എല്ലാം വെക്കുന്നതല്ലേ. ഞാനൊരു ചെറിയ വീഡിയോ ഇവിടെ കാണിക്കാവേ, ഒന്ന് കണ്ടോക്കെ. ഈ തിരുവമ്പാടി ചർച്ചയും ഏറ്റവും പ്രധാനം വയനാട് തുരങ്കപാതയാണ്. അപ്പം കഴിഞ്ഞ MLA-യുടെ വലിയ നേട്ടമായി അവർ ഉയർത്തി കാണിച്ചു. അതായത് അപ്പം എന്താണ് തുരങ്കപാതയുടെ അവസ്ഥ? നമ്മൾ തുടരുമെന്ന് തന്നെയാണ് നിലപാട്. അല്ല, 100% തുടരും. മാത്രമല്ല 2011-16 കാലഘട്ടത്തിലെ UDF സർക്കാരിന്റെ കാലത്താണ് അത് തുടങ്ങി വെച്ചത്. അതിന്റെ തുടർച്ചയെ 10 വർഷം അവർ നടത്തി. ഇനി നമ്മൾ പൂർത്തീകരിക്കും, എന്താ സംശയം? അതിയാതെ സംശയം വേണ്ട. അത് വളരെ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിനുള്ള എല്ലാ നടപടിയും ഉണ്ടാവും. അടുത്ത ആഴ്ച ഈ നിയമസഭാ സെഷനോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതിന്റെ ഉന്നതതല യോഗം വിളിക്കും, ബന്ധപ്പെട്ട റിവ്യൂ നടക്കും. അതൊക്കെ ഇത് സന്ദർശനം ഉണ്ടാവും. വളരെ സമയബന്ധിതമായി പൂർത്തീകരിക്കും, വേറെ പ്രയാസങ്ങളൊന്നും ഇല്ലെങ്കിലും. ഇത് മുന്നണിയിൽ ചർച്ച ചെയ്തപ്പോൾ തുടരാൻ തന്നെയാണ് 100%. അതെല്ലാവരും പിന്തുണയ്ക്കാൻ തന്നെയാണ്. അത് മുന്നോട്ട് പോകണം. കേട്ടില്ലേ? UDF ആണ് ഈ തുരങ്കപാതക്ക് തുടക്കം കുറിച്ചത്. അവരുടേതാണ് ഇതെന്നാണ് അവർ പറയുന്നത്. പക്ഷെ ഇനി എന്താ പറയാ, ഇപ്പൊ ഈ ഒരു ലാൻഡ് സ്ലൈഡും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടേതാണെന്ന് പറഞ്ഞുകൊണ്ട് പൊക്കി 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 കൊണ്ടുവരും. പക്ഷെ ഇനി മാറ്റി പറയും. എന്തായാലും ഒരു കഷ്ണം കൂടി കേൾക്കണം നിങ്ങൾ. 2011-16 കാലഘട്ടത്തിലെ UDF സർക്കാരിന്റെ കാലത്താണ് അത് തുടങ്ങി വെച്ചത്. അതിന്റെ തുടർച്ചയെ 10 വരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മുൻപ് ചെറിയ പാരിസ്ഥിതിക പ്രശ്നങ്ങളൊക്കെ UDF-ഉം കോൺഗ്രസ് ഉയർത്തി കാണിച്ചതായി പറഞ്ഞിരുന്നു. അപ്പോൾ നിലവിൽ അല്ല, എൻവയറമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് സ്റ്റഡി നിർബന്ധമാണ്. ഏത് പദ്ധതി, അത്ര വലിയ പദ്ധതിയാകുമ്പോൾ അത് ഡീറ്റെയിൽ ആയി നടത്തണമെന്നും അവിടെയുള്ള ജനങ്ങളുടെ ജീവന് പ്രയാസം ഉണ്ടാകുന്ന രൂപത്തിലുള്ള ഒരു നിർമ്മാണം പറ്റില്ല എന്നുള്ള രൂപത്തിലാണ് അതിന് കണ്ടിരുന്നത്. അത് എൻവയറമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് സ്റ്റഡി നടന്നു. അതിന്റെ ഭാഗമായിട്ടാണല്ലോ അനുമതി കൊടുത്തിരിക്കുന്നത്. ആ സ്റ്റഡിയുടെ റിപ്പോർട്ടിലുള്ള ചില
അപ്പൊ റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ടത് നോണയല്ലേ? ഇദ്ദേഹം പറയുന്നത് കൃത്യമായ പഠനം നടന്നു, അതിന്റെ സർട്ടിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ കിട്ടിയുള്ളത് നടത്തിയതിന്റെ ഭാഗമായിട്ടാണെന്നുള്ളതാണ്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ആവട്ടെ, ഇനി ഇതൊക്കെ നാളെയും മാറ്റി പറയും. ഈ UDF-നെ ലീഗിനെ ഒന്നും വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. KM ഷാജിയെ ഒരിക്കലും കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ കഴിയാത്ത ആളാണെന്നുള്ളതാണ്. കാരണം പറഞ്ഞത് കേട്ടില്ലേ, എത്ര വലിയ ദുരന്തം വന്നാലും ഞങ്ങൾ രാഷ്ട്രീയം പറയുന്നുള്ളത്. അങ്ങനെ രംഗബോധമില്ലാതെ രാഷ്ട്രീയം പറയുന്ന ആളുകളെയൊക്കെ ജനങ്ങൾ മാറ്റി നിർത്തണം കേട്ടോ. ഞാൻ കാര്യമായിട്ട് പറയുകയാണ്. ഇവിടെ ഇനിയും കഴിഞ്ഞ സർക്കാരിനെ പഴിചാരിക്കൊണ്ടിരിക്കാതെ പണിയെടുത്തിട്ട് നിങ്ങൾ അധികാരത്തിൽ തുടരും, ഒരു കുഴപ്പമില്ല. പക്ഷെ അത് തരാം ഇത് തരാം എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളിവിടെ കയറിയിട്ടുള്ളത്. ആദ്യം അത് കൊടുക്കണം കേട്ടോ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ 5 ലക്ഷം രൂപയുടെ ഒരു വായ്പരഹിത ലോൺ ഉണ്ട് എന്നുള്ളത് ഞാൻ കുറെ സ്ഥലത്ത് അന്വേഷിച്ച് നോക്കിയത് തേങ്ങാക്കൊലും കിട്ടാനില്ല. അങ്ങനെ ഒരു പേപ്പർ ഒന്നും മുഖ്യമന്ത്രി ഞങ്ങൾക്ക് തന്നിട്ടില്ല എന്നാണ് ഇവിടെയുള്ള സഹകരണ ബാങ്കുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾ പറഞ്ഞത് വാക്ക് പാലിക്കുക. പയ്യന്മാരൊക്കെ വാഹനത്തിൽ മോഡിഫിക്കേഷൻ ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസം കൊണ്ട് ഒരു ലൈറ്റ് വെച്ചതാണ് 5000 രൂപ പിഴ, ഒരു സ്റ്റിക്കർ അടിച്ചതാണ് 5000 രൂപ പിഴ. ജനങ്ങളെ ഉപദ്രവിക്കാതിരിക്കുക, ഉപദ്രവിക്കുന്ന സർക്കാരായിട്ട് മാറാതിരിക്കാന്ന് എനിക്ക് പറയാനുള്ളൂ. പിന്നെ വി ഡി സതീശനെ പിന്തുണയ്ക്കുന്ന ആളുകളൊക്കെ എന്തൊക്കെ നുണയാ പറയാന്നൊന്നും പറയാൻ കഴിയില്ല കേട്ടോ. അങ്ങനെ വല്ല കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോ കടം തിരിച്ചു ചോദിക്കുന്ന സമയത്ത് പറയും, കടമാ? എന്ത് കടം? നീ എനിക്ക് എന്നാ പൈസ തന്നത്? ഞാനല്ലേ നിനക്ക് പൈസ തന്നത്? ആ പൈസ ഇങ്ങോട്ട് താ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് മാറും എന്നുള്ളതാണ്. എന്തായാലും ഇനിയും അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കാൻ കഴിയട്ടെ. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.